Yehezkel got 15 years more added into his life. ഹിസ്കിയാവിന് 15 വർഷം നീട്ടിക്കൊടുത്ത ദൈവം. ആരോ ജീവിതത്തിൽ മരണവുമായിട്ട് മല്ലിപ്പിടിച്ച് ഇനി ജീവിക്കുമോ എന്ന് ഭാരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ദൂത് കടന്നു വരികയാണ്. നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, 15 വർഷം കൂടെ നീട്ടിത്തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തൊടുന്നിടത്തത് പ്രാപിച്ചെടുക്കാൻ അതൊരു നങ്കൂരമായിട്ട് നിങ്ങൾക്ക് മാറട്ടെ. യെശയ്യാ 38 ഈ വിശേഷം എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. വേദപുസ്തകത്തിൻ്റെ താളുകൾ ജീവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് വാക്യമായിട്ട് വായിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആത്മാവ് അബ്സോർബ് ചെയ്യും. അത് സ്പോഞ്ച് വെള്ളത്തേക്ക് എടുക്കുന്ന പോലെ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ ബലം അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു ചൈതന്യം, ആ ഒരു ശക്തിയാണ്. അത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ അറിയത്തില്ല. കർത്താവിൻ്റെ ആത്മാവിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എവ്രി വേർഡ്, എല്ലാ വചനവും ദൈവശ്വാസീയമാണ്. ഈ വചനങ്ങളൊന്നും ചുമ്മാതെ എഴുതപ്പെട്ടതല്ല. അതായത് എത്രയോ 1600 വർഷങ്ങൾ കൊണ്ട് പലയിടത്തു നിന്നും പല ഓതേഴ്സ് ഇരുന്ന് ഒരേപോലെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ഓതറിന് പോലും എഴുതാൻ സാധിക്കത്തില്ല ഒരു കാര്യം. അങ്ങനെയുള്ളിടത്ത് ഈ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഒരുക്കിക്കൊണ്ട് ദൈവം ഭൂമി എന്നും ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മുടെ മക്കളും നമ്മളും ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. കർത്താവിനറിയാം അവനെ എപ്പോഴാണ് ഈ കരയ്ക്കകത്ത് കൊണ്ടുവന്ന് നിർത്തേണ്ടതെന്ന്. അവനറിയാം എന്താ പഠിപ്പിക്കേണ്ടതെന്ന്. ഏത് വഴിയിലും അവൻ്റെ കരങ്ങളുണ്ട്. അപ്പോൾ ഈ പീസെന്ന് പറയുന്നല്ലേ, സമാധാനമെന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നും വരുത്താതെ നമ്മളെ കൊണ്ട് വളർത്തുന്നല്ല. അവർ ഈ ലോകത്ത് ജീവിക്കും. വലിയ കാറ്റും കോളും ഉള്ളതിൻ്റെ ഇടയ്ക്ക് ഒരു കിളി, ഒരു ചെറിയ കിളി അതിൻ്റെ കൂടിനകത്ത് തൻ്റെ കുഞ്ഞിനെ ഒരു വൃക്ഷത്തിൻ്റെ അറ്റത്ത് തൂക്കിയിട്ടിട്ട് അതതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വൃക്ഷത്തിൻ്റെ കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുന്നുണ്ട്. പക്ഷെ അത് ഊഞ്ഞാലാടുന്ന പോലെയാണ് അത് കാണുന്നത്. അതിന് പേടിയില്ല. അതാണ് സമാധാനം. പ്രശ്നമില്ലെന്നല്ല, ജീവിതത്തിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആനയ്ക്ക് തടി ഭാരമെങ്കിൽ ഉറുമ്പിന് അരിഭാരമാണ്. ജീവിതം അങ്ങനെയാണ്. അങ്ങനെ ഭാരം വെച്ചിരിക്കുമ്പം ദൈവം നമുക്ക് ആശ്വാസമായിട്ട് ചില വചനം 15 വർഷം കൂടെ നീട്ടിത്തരുമ്പം ആ നീട്ടിത്തരുന്നതിൻ്റെ അനുഗ്രഹങ്ങൾ കൂടെ ദൈവം തന്ന് അനുഗ്രഹിക്കാൻ പോവാണ്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കപ്പെട്ട രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൊണ്ട് തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ള ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിനോട് ദൈവദൂത് തന്നെയാണ് പറഞ്ഞു വരുന്നത്, നീ ഇപ്പോൾ മരിക്കും. നമ്മളാണെങ്കിൽ മരിക്കുന്നു പറഞ്ഞ് നമ്മൾ പിന്നെ നിരാശരായിട്ട് അത് തന്നെയാണ് ഇവിടെ ഹിസ്കിയാവ് കരയാണ്. പക്ഷേ ഹിസ്കിയാവ് ഒരു കാര്യം ചെയ്തു, ഞാൻ ഇന്ന് വരെയും ചെയ്ത നന്മകൾ നീ ഓർക്കണമേ. അവനെ ഓർപ്പിക്കുകയാണ്. ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യത്തോട് ചെയ്യാനും മാത്രം നന്മകൾ നമ്മളിലുണ്ടോ, അത് സ്റ്റോർ ചെയ്ത് വെക്കണം ഇഷ്ടം പോലെ. അത് പ്രവൃത്തിയിൽ കൂടെ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ യേശുവിൽ കൂടെ നേടിയെടുത്തിട്ടുള്ളവർക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഇതും ദൈവം ചെയ്തിരുന്നു. അല്ലാത്തവർക്കത് പറയാൻ മനസ്സിലാകത്തില്ല. ഈ മോഡേൺ ടീച്ചിങ്ങും ഉണ്ട്. ഈ അപ്പനമ്മമാർ ചുമ്മാതെ എല്ലാം കൊടുത്ത് പടുത്തുന്ന പിള്ളേർ, അവർക്ക് കഷ്ടം വരുമ്പം ജീവിക്കാൻ അറിഞ്ഞുകൂടും. സത്യം പറഞ്ഞാൽ നല്ല കഷ്ടത്തിൽ കൂടെ വരുന്ന പിള്ളേരാണ് ഒത്തിരി ഉയർന്ന് ഉറച്ചു നിൽക്കുന്നത്. കഷ്ടം വരുമ്പം ഇല്ല, പിന്നെ മണലിൻ്റെ പുറത്ത് പണിയുണ്ടാക്കിയ വീട് പോലെയോ അതോ ഉറച്ച പാറമേൽ പടുന്ന വീട് പോലെയോ ആണ്. അതേതാണ് നിൽക്കുന്നത്? കഷ്ടവും ദുഃഖവും പ്രയാസവും വരും, കാറ്റും കോളും അടിക്കും. പക്ഷേ മണലിൻ്റെ മുകളിലിരിക്കുന്നത് ആദ്യത്തെ കാറ്റും കോളും അടിക്കുമ്പോഴേ അതില്ലാതാകും. പക്ഷെ ഉറച്ച പാറമേലും അതിൻ്റെ മേലും അടിക്കുമ്പോൾ അതവിടെ ഉറച്ച് തന്നെ നിൽക്കും. അതായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹിസ്കിയാവിന് പ്രശ്നം വന്നു. ഹിസ്കിയാവ് ദൈവത്തെ അറിയുന്നവനാകിയാൽ യെശയ്യാ പ്രവാചകൻ തന്നെ അത് യെശയ്യാ തന്നെ, ആമോസിൻ്റെ മകൻ യെശയ്യാ പ്രവാചകൻ തന്നെയാണ് വന്ന് പറയുന്നത്, മരിക്കാൻ പോവാണ്. എന്ത് ദൈവം പറയുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് പറയുമെന്നേ യഹോവ പറഞ്ഞിരിക്കും, നീ മരിക്കാൻ പോവുകയാണ്, സൗഖ്യമാകത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗമുണ്ടായിരുന്നു. പക്ഷേ ഹിസ്കിയാവ് എന്ത് പറഞ്ഞു? ഹിസ്കിയാവ് ദൈവത്തോട് കരയാൻ തുടങ്ങി. ഭിത്തിയോട് ചേർന്ന് വിളിച്ചു, അയ്യോ എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണമേ,
തിരുമുമ്പിൽ നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിട്ടില്ലേ, എന്നെ ഓർക്കണമേ. എന്തൊരു വിനയപ്പെടുക! ഒരു രാജാവാണെങ്കിലും വിനയപ്പെടുന്നുണ്ട്. ഹിസ്കിയാവ് കരയുന്നു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉടനെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയം മാറിയിട്ട് നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, നിൻ്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു. ഞാൻ നിനക്ക് നിൻ്റെ ആയുസ്സിനോടുകൂടി 15 സംവത്സരം കൂടെ കൂട്ടും. എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുമ്പോൾ അന്നേരം ചില കാര്യങ്ങൾക്ക് ഉത്തരം തരും. അപ്പം ഈ പ്രവാചകനെ ഉടനെ വിട്ടു. യെശയ്യാപ്രവാചകനോട് തിരിച്ചു കയറി ചെല്ലാൻ പറഞ്ഞു. കാരണം ഇവിടെ ഒരാൾ കരയുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ ഹൃദയം ദൈവത്തോട് തന്നെയാണ് ഇരുന്നത്. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് മരണത്തെ കണ്ടിട്ട് ദൈവത്തോട് ആയുസ്സിനെ ദീർഘിപ്പിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും ചോദിച്ചിട്ടല്ലേ നമ്മളുമൊക്കെ ഇന്ന് ജീവിക്കുന്നത്. ജീവിതത്തിൽ എത്ര പ്രാവശ്യം നമ്മളെ മരണം മുൻപിൽ വന്ന് നശിപ്പിക്കാൻ വരുമ്പോൾ തൻ്റെ ശാശ്വത ഭുജം കൊണ്ട് നീട്ടിപ്പിടിച്ച കരങ്ങൾ കൊണ്ട് കർത്താവെ ഈ ഇരുട്ടിൻ്റെ ദുഷ്ടശക്തികളുടെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചുപൊക്കി നിർത്തി ജീവൻ്റെ ലോകത്ത് നിർത്തുന്ന ദൈവം വലിയവൻ തന്നെ. അപ്പം ദൈവം പറയാണ്, നിനക്ക് 15 സംവത്സരം കൂടെ ഞാൻ നീട്ടിത്തന്നിരിക്കും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരടയാളമാകും. അപ്പോൾ ഒരടയാളം കൂടെ കൊടുക്കുകയാണ്. എന്താ അടയാളം? ആഹാസിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിക്കുമാർക്കും. അങ്ങനെ സൂര്യൻ കടികാരത്തിൽ ഇറങ്ങിപ്പോയതിന് 10 പടി തിരിഞ്ഞ് പോന്നു. ഇത് നമുക്കങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആകാശിൻ്റെ രാത്രിയുണ്ടായിരുന്ന കടികാരം, അത് നിഴലനുസരിച്ചാണ് സമയം കണക്കുന്നത്. അതിൻ്റെ കടികാരം മുമ്പോട്ട് പോയിട്ട് അതിനെ പുറകോട്ട് തിരിയും. അപ്പോൾ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ നിർത്തി പുറകോട്ടാക്കുക, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആഴം അറിയത്തില്ല. നമ്മൾ വെറുതെ അങ്ങ് വായിച്ചു വിടുകയാണ്. ദൈവം പറയുന്നത് എന്താണ്? കർത്താവ് പറയുന്നത് ആകാശിൻ്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയി, അതായത് മുൻപേ സമയം പോയതിനെ ഞാൻ പുറകോട്ട്, അതായത് ഇതുവരെ നഷ്ടപ്പെട്ടതിനെ പുറകോട്ട് പോയി ഞാൻ ഇതാ നിനക്ക് തിരിച്ചു തരുന്നു. അതാ ദൈവം അനുഗ്രഹിക്കുമ്പം ചെയ്യുന്നത്. ചില കാര്യങ്ങൾ 30-ാം വയസ്സിൽ നേടേണ്ടത് നമ്മൾ 45 വയസ്സായിട്ട് നേടിയിട്ടില്ല. നിന്നെ ഞാൻ റിസ്റ്റോർ ചെയ്യുമ്പം 30 വയസ്സോട്ടുള്ളത് തിരിച്ചു തരുമെന്ന്. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ 100 വയസ്സുള്ളപ്പോൾ ഞാനൊരു മകനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അബ്രഹാമിന് എങ്ങനെ മകനുണ്ടാകാനാണ് 100 വയസ്സിൽ? അബ്രഹാം ഓൾറെഡി ഡെഡ്, ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു 30 വയസ്സുകാരൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള യുവത്വം ആ ടൈമിൽ അബ്രഹാമിന് കൊടുത്തു. അതുകൊണ്ടാണല്ലോ സാറായിക്ക് 90 വയസ്സെന്ന് പറയുമ്പോഴും സാറായെ കണ്ടിട്ട് 90 വയസ്സ് തോന്നിപ്പിക്കുന്നില്ല. അപ്പോൾ കാലം പുറകോട്ട് പോയി ശരീരത്തിൻ്റെ പ്രകൃതിക്ക് പോലും വ്യത്യാസം വരുത്തിയെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എങ്കിൽ അസാധ്യമായെന്നൊരു കാര്യം ദൈവത്തിന് മുമ്പിൽ ഇല്ല. ദൈവം അതിനെ 10 പടി തിരിച്ചു പുറകോട്ടാക്കി. യഹൂദാ രാജ ഹിസ്കിയാവ് രോഗം പിടിപെട്ടു. അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്താണ്, എൻ്റെ ആയുസ്സിൽ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വന്നു. എൻ്റെ ആണ്ടുകളുടെ ശേഷിപ്പ് എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല. ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അതെല്ലാം സങ്കടമെല്ലാം പറഞ്ഞു കഴിഞ്ഞേച്ച് ദൈവം കൂടെ വന്നിരിക്കുന്നത്. കർത്താവ് ജീവൻ കൊടുത്തതിനെക്കുറിച്ചുള്ള നമുക്ക് തന്നെ വായിച്ചെടുക്കാനേ ഉള്ളൂ. 17-ാം വാക്യം, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് സംഭവിച്ചു, എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. അവിടെയാണ് നമുക്ക് നിർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴുണ്ടല്ലോ നമുക്ക് സമാധാനത്തിനായിട്ട് അല്പം കഷ്ടം വന്നെങ്കിൽ സാരമില്ല, പിന്നത്തേതിൽ എനിക്ക് സമാധാനം കിട്ടി. എൻ്റെ സകല പാപങ്ങളും ബലഹീനതകളും എന്നേക്കുമായിട്ട് എറിഞ്ഞു കളഞ്ഞു. എൻ്റെ പ്രാണനെ എവിടുന്ന അന്നേരം മരിച്ചാൽ ഒരിക്കലും ദൈവസന്നിധി ചെല്ലത്തില്ലായിരുന്നായിരിക്കും. അതായിരിക്കണം അങ്ങനെ എഴുതിയത്. ഏതായാലും പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ പാതാളത്തിൽ നമ്മളെ ഒരിക്കലും ദൈവം വിടുകയില്ല. നമുക്കൊരു ജീവനുള്ളത് ക്രിസ്തുവിൻ്റെ കൂടെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ദൈവത്തോട് തന്നെ ചേരും. ഈ ശരീരത്തിന് വീണ്ടെടുപ്പേ ഉള്ളൂ. പിന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ സെക്കൻഡ് ജഡ്ജ്മെൻറ്റ് വരുമ്പം റിവാർഡ്സ് അല്ലെങ്കിൽ അവാർഡ്സ് കിട്ടാൻ വേണ്ടി കിരീടങ്ങൾ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാണ് വിളിച്ചു മാറ്റുന്നത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർ തീപ്പൊയ്യയിൽ നരകത്തിലേക്കും മാറ്റപ്പെടും.
അങ്ങനെ ആർക്കും 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 സംഭവിക്കാതെ പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആരുടെയൊക്കെയോ ആയുസ്സിനോട് 15 വർഷം നീട്ടിത്തരുമ്പം ഇനിയുള്ള കാലം ഭവനം പണിയാൻ, ഇനിയുള്ള ആയുസ് ചെറുപ്പക്കാരുടെ ആയിട്ട് ഇനിയുള്ള ആയുസ് സ്വർണം കൊണ്ടും മുത്തുകൊണ്ടും വിലപിടിപ്പുള്ള രത്നങ്ങൾ കൊണ്ടും ഭവനം പണിയാൻ ഞങ്ങളെ അനുവദി. മറ്റു വഴിയെല്ലാം അടഞ്ഞുപോട്ടെ യേശുവിൻ നാമത്തിൽ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിന് സ്തോത്രം. കിരീടങ്ങൾ പ്രാപിച്ചെടുക്കാൻ നീ ഞങ്ങൾക്ക് സമയം തന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.